ഹായ് ഫ്രണ്ട്സ്, ചക്ക ധാരാളം കിട്ടുന്ന ഈ ഒരു സമയത്ത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ചക്കരിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല രുചിയുള്ള ഈ ചക്കരിശ്ശേരി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു മീഡിയം സൈസ് ചക്കയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചകിനിയും കുരുവൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു ചെറുതാക്കി മുറിച്ച് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ ചക്ക നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വെന്തുടയുന്ന ചക്ക എരിശ്ശേരി വെക്കുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അരപ്പിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ചെറിയ അല്ലി വെളുത്തുള്ളിയും 1 ചുവന്നുള്ളിയും 1 കപ്പ് നാളികേരവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുക്കരുത്, തരിതരിപ്പായി ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. 10 മിനിറ്റിനുള്ളിൽ തന്നെ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തരിതരിപ്പായി അരച്ചെടുത്ത നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നാളികേരത്തിൻ്റെ പച്ചമണക്ക് മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഉപ്പും എരിവൊക്കെ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കടുക് വറുക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 5 വറ്റൽമുളക് നടുവേ മുറിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ചക്ക ഇഷ്ടമുള്ളവർക്കെല്ലാം എരിശ്ശേരി ഇഷ്ടമുണ്ടാവും. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. നാളികേരം നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം തുറന്ന് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.